Welcome back to Integral Infinity, where we learn mathematics from the basics all the way to infinity. In this video, we are going to understand prime numbers and composed numbers in a very simple way. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ചും കോമ്പോസ്റ്റ് നമ്പേഴ്സിനെ കുറിച്ചും വളരെ വ്യക്തമായി പഠിക്കാൻ പോവുകയാണ്. So what is a prime number? A prime number is a number that has exactly two factors, 1 and the number itself. For example, 2, 3, 5 and 7. These are prime numbers. Prime numbers എന്നത് രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള ഒരു സംഖ്യയാണ്. ഒന്നും അതേ സംഖ്യയുമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 2, 3, 5, 7 ഇവയെല്ലാം prime numbers ആണ്. Now, let's check the number 7. Its factors are 1 and 7. Since it has only two factors, 7 is a prime number. അപ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ 7-ന് ആകെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 7ഉം. അതുകൊണ്ട് 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് പറയാം. Let's check another example, number 13. Its factors are 1 and 13. Since it has only two factors, 13 is also a prime number. 13 എന്ന് പറയുന്ന സംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനാകെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 13. അതുകൊണ്ട് തന്നെ 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. Now let's go to composed numbers. A composed number is a number that has more than two factors. അപ്പോൾ കോമ്പോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സിലധികമുള്ള സംഖ്യയാണ്. ഇതിന് മോർ ദാൻ ടു ഫാക്ടേഴ്സ് കാണും. അതായത് നമ്മൾ നേരത്തെ പ്രൈം നമ്പേഴ്സ് പഠിച്ചപ്പോൾ 1ഉം ആ നമ്പർ മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുകയെങ്കിൽ കോമ്പോസ്റ്റ് നമ്പേഴ്സിന് 1ഉം ആ നമ്പർ മാത്രമല്ലാതെ മറ്റു കുറേ നമ്പേഴ്സും കൂടെ ചിലപ്പോൾ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ്ട്രാ, ചിലപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് എക്സ്ട്രാ കാണും. പിന്നെ ഫാക്ടേഴ്സിന് എണ്ണം മോർ ദാൻ 2 ആയിരിക്കും, അല്ലെങ്കിൽ 2-ൽ കൂടുതലായിരിക്കും. Now let's check the number 6. Its factors are 1, 2, 3 and 6. Since it has more than two factors, 6 is a composed number. So 6 എന്ന് പറയുന്ന സംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് 1, 2, 3, 6 എന്നിങ്ങനെ 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് 6 എന്ന് പറയുന്നത് ഒരു കോമ്പോസ്റ്റ് നമ്പർ ആണ്. Now let's check the number 14. It has factors like 1, 2, 7 and 14. Since it has more than two factors, 14 is a composed number. ഇപ്പോൾ 14 എന്ന് പറയുന്ന സംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന് 1, 2, 7, 14 തുടങ്ങി 4 ഫാക്ടേഴ്സ് ഉണ്ട്. 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് 14 എന്ന് പറയുന്ന ഒരു കോമ്പോസ്റ്റ് നമ്പർ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Now the case of number 1. Number 1 is a special case. It has only one factor. So it is neither a prime number nor a composed number. 1 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഖ്യയാണ്. ഇതിന് ഒരു ഫാക്ടർ മാത്രമുണ്ട്. അതിനാൽ ഇത് പ്രൈം നമ്പർ എന്നോ കോമ്പോസ്റ്റ് നമ്പർ എന്നോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. So 1 is neither a prime nor a composed number. Now let's understand how to find prime numbers using the sieve of Eratosthenes. First, we start with the number from 1 to 100. We know that 1 is not a prime number, so we remove it. Now take 2, the first prime number, keep 2 and remove all multiples like 4, 6, 8 and so on. Next take 3. Keep 3 and remove all multiples of 3 like 6, 9, 12 and so on. Then take 5, remove its multiples, then 7 and continues the same process. At the end, the numbers that are not removed are prime numbers. All the crossed numbers are composite numbers. So here we get 25 prime numbers from 1 to 100. അപ്പോൾ പ്രൈം നമ്പേഴ്സ് കണ്ടെത്താൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് sieve of Eratosthenes എന്ന് പറയുന്നത്. ഇതിൽ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ നമ്മൾ ആദ്യം എടുക്കും. അതിനുശേഷം 1 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല, കോമ്പോസ്റ്റ് നമ്പർ അല്ല നമുക്കറിയാം. അതുകൊണ്ട് 1-നെ നമ്മളങ്ങ് മാറ്റി നിർത്തും. ഇനി ആദ്യത്തെ പ്രൈം നമ്പറായ 2 എടുക്കും. 2 എടുത്തതിന് ശേഷം ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 4, 6, 8 തുടങ്ങിയ സംഖ്യകളെ നമ്മൾ ക്രോസ് ചെയ്യും.
അങ്ങനെ 100 വരെ നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം 3 എടുക്കും. 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള മറ്റ് നമ്പേഴ്സിനെല്ലാം നമ്മൾ ക്രോസ് ചെയ്യും. പിന്നീട് 5 എടുക്കും. 5ന്റെ മൾട്ടിപ്പിൾസ് ആയ നമ്പേഴ്സ് ക്രോസ് ചെയ്യും. 7 എടുക്കും. 7ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് ക്രോസ് ചെയ്യും. അങ്ങനെ ഓരോരോ നമ്പേഴ്സ് ഇങ്ങനെ ക്രോസ് ചെയ്ത് അവസാനം നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഇങ്ങനെ നമുക്ക് 25 പ്രൈം നമ്പേഴ്സ് 1നും 100നും ഇടയ്ക്കുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ബാക്കി ക്രോസ് ചെയ്തേക്കുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. Now, let's quickly compare. Prime number has exactly 2 factors, while composite number have more than 2 factors. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സിന് 2-ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. Now it's your turn. Are 24, 19, 45, 68 prime numbers or composite numbers? Think and answer in the comments. If you found this helpful, don't forget to like, share and subscribe for more math videos.